chairman is coming every day. No, it's not that. But you must inform about that. You must inform about that. It's your obligation. You understand? I'm visiting every country. If any obey like rules like. പുടിച്ച ഇമിഗ്രേഷൻ എന്താ വെച്ചാൽ ആരോ റിപ്പോർട്ട് ചെയ്താണ് ഞാൻ അവിടുന്ന് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ വലിയ വഴിയിൽ കാത്തുനിന്നാണ് എന്നെ. അങ്ങനെ ഇന്ന് നമ്മൾ സാംബിയ പോവാണ് കേട്ടോ. നമ്മൾ ഈ 2 മാസം ടാൻസാനിയയിൽ ഉണ്ടായിരുന്നു. അപ്പം ആ 2 മാസത്തെ പരിപാടി കഴിഞ്ഞ് 25 ദിവസം ഇവിടെ ഈ സുംബവാങ്കലുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒക്കെ മുന്നേ നമുക്ക് കുറച്ച് ഡീസൽ അടിക്കണം. ഡീസൽ വണ്ടിയിലടിച്ച് ഫുള്ളാക്കും വേണം, ബാക്കിലെ ക്യാനിലും അടിക്കണം. ഡാടാ ഡീസൽ ആൻഡ് ദ ടാങ്ക് ആൾസോ. ഇതൊക്കെ എന്നാ തുറന്നതാ. ലാസ്റ്റ് ദുബായിൽ നിന്ന് സൗദിക്ക് പോകണം എന്നിട്ടാണ് ഫുള്ളാക്കി. ഇതേതായാലും ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പോകുന്ന ബോർഡർ കൂടെ അല്ലല്ലോ ഇന്ന് പോകാനുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ടാൻസാനിയയിൽ നിന്ന് സാംബിയക്ക് കിടക്കുന്ന ബോർഡർ കൂടെ അല്ല കിടക്കുന്നത്. ഒരു ഒറ്റപ്പെട്ട ബോർഡറാണ്, മെയിൻ ബോർഡറല്ല. അപ്പം ഇനി പോണ വഴിക്ക് എന്തൊക്കെ അൽക്കുലത്ത് ഉണ്ടാവും അറിയില്ല. ചിലപ്പോൾ ഈ കൂടെ കടത്തി വിട്ടില്ല, തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 300 കിലോമീറ്റർ പോയിട്ട് ടുണ്ടുമാറിനെ ബോർഡറിൽ കൂടെ കടക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള ഇന്ധനം നമ്മൾ ഒരുപാട് കരുതണം. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇതിലെ കടത്തി വിട്ടാൽ തന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സാംബിയൻ്റെ പാടെന്താണെന്ന് നമുക്കതും അറിയില്ല. സോ അതെന്താ അറിയാത്ത ബസ് ഇതിലടിച്ചോളി. ചേർട്ടാണ്ട് അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇനി നമുക്കൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. പോകണത് നമ്മളെ സ്കൂളിൻ്റെ ബൈക്കാണ് പോണത്. ആ റോഡിനാണ് പോകാനുള്ളത്. അപ്പം അവിടെ കയറിയിട്ട് അവിടെ കുറച്ചുകൂടി പണിയെന്ന് പറഞ്ഞാൽ നമ്മളെ കിണറിൻ്റെ മേലെ സ്ലാബ് ഇടാനുള്ള പണിക്കാരവിടെ വന്നിന്. അപ്പോൾ ഓല് സ്ലാബ് വാർത്ത് പോയിക്കോളും. അതുപോലെ ഒന്ന് കണ്ടിട്ട് നേരെ സാംബിയ കേട്ടോ. നമ്മുടെ അടുത്ത രാജ്യത്ത് കയറാൻ പോകണമെന്ന്. എത്ര ദിവസമായി? 25 ദിവസമായി. പിന്നെ ഞാനിവിടെ എത്തിയിട്ടോ. 25 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 ദിവസം എനിക്ക് സത്യത്തിൽ ഭയങ്കര വിലപ്പെട്ട 25 ദിവസമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു വേൾഡ് യാത്ര നടത്തുമ്പോൾ. കാരണം സാധാരണ നമ്മൾ വീഡിയോ ചെയ്ത് യൂട്യൂബിലിട്ട് അതിനെന്തെങ്കിലും റവന്യൂ വന്ന് അങ്ങനെയാണ് നമ്മൾ യാത്ര പോവാറ്. 25 ഇവിടെ സ്റ്റെക്കായപ്പോൾ നമ്മൾ 25 ദിവസം നമ്മൾ വീഡിയോ എടുക്കൽ നടന്നില്ല. ആകെ ചിലപ്പോൾ കിണറിൻ്റെ 2-3 വീഡിയോ എടുത്തിട്ടുണ്ടാവും കിണറിൻ്റെ പണി നടക്കണേ. അപ്പോൾ സത്യത്തിൽ നമ്മളൊരു കാര്യമായിട്ട് ബാധിച്ച് 25 ദിവസമായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തപ്പം കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിൽ 25 ദിവസം ഒന്നുമില്ല. സോ നമുക്കവിടെ കണ്ടിട്ട് കുട്ടികളോടൊക്കെ ബായ് പറഞ്ഞിട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബുള്ളറ്റും കൊണ്ട് ഇവിടെ കറങ്ങാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ ഈ റോഡ് യൂസ് ചെയ്തിട്ടാണ് നേരെ ബുറൂണ്ടി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോയിട്ടോ. ഇതിന് നേരെ അത് ഇനി ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ കൂടിയും പോയിട്ട് പാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞാൽ പിന്നെ റഫ് റോഡാണ്. ഇപ്പോൾ ഈ നല്ല റോഡ് കാരണം ഒരു 300-350 കിലോമീറ്റർ നല്ല അടിപൊളി റോഡാണ്. നമ്മളെ പല സ്റ്റോറിയും റീലൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കലുണ്ട് നല്ല റോഡാണല്ലോ ആഫ്രിക്കയിൽ നിന്ന്. ഈ റോഡ് അമേരിക്ക ഉണ്ടാക്കി കൊടുത്താണ്. അങ്ങനെ പല രാജ്യങ്ങളും ആണ് ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ പണിത് കൊടുക്കുന്നുണ്ടാവും. റോഡ്, പാലം, ടാറിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. റെയിൽവേ സ്റ്റേഷനുകൾ, വലിയ വലിയ ബസ് സ്റ്റാൻഡുകൾ, ഇതൊക്കെ വേറെ വേറെ രാജ്യങ്ങളാണ് ചെയ്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഇത്രയും നല്ല റോഡ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള റോഡുകളല്ല, അഴിമതിരഹിത റോഡുകളായതുകൊണ്ട് കുറേ കാലം നല്ല വൃത്തിയിൽ എടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാക്കി കഴിഞ്ഞ റോഡ് അത് അങ്ങനെ തന്നെ കിടക്കും. എല്ലാവരും ആയത് പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ റോഡ് ഏതാ തോടേതാ എന്നറിയാത്ത കോലത്തിലായി മാറുന്ന സിസ്റ്റം ഇവിടെ ഇല്ല, പൊതുവേ കുറവാണ്. കറക്ഷൻ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പം നല്ല ഭംഗിയായിട്ട് മാത്രമേ ഇവർ ചെയ്തു കൊടുക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ റോഡ് വഴിയല്ല ആരും അധികം ആളുകളും സാംബിയയിൽ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ. ഈ റോഡ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റഫ് റോഡാവും. ഇതിപ്പോഴത്തെ ഒരു മൊഞ്ചൊന്നും നോക്കണ്ട. അപ്പുറത്ത് കൂടെ ടുണ്ടുമ വഴി വേറെ റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ശരിക്കും നമ്മളും പോകേണ്ടിയിരുന്നത്.
പക്ഷെ 300 കിലോമീറ്റർ ഓടി അപ്പുറത്ത് കൂടെ തിരിഞ്ഞ് വളഞ്ഞ് എന്തിനാ നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കട്ടക്കാലം ഉണ്ടാവും, നമുക്കൊരു കണ്ടന്റ് ആവും ചെയ്യും, നല്ല രസമാവും. അതുകൊണ്ടൊന്നല്ല കേട്ടോ, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഈ റോഡില്ലാത്തടത്ത് കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു രസം വേറെയാണ്. ഇനി എന്തിനാ നമ്മൾ താറുണ്ടെന്നുണ്ട് നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് സ്കൂള്. അതായത് നമ്മൾ സുംബവാങ്ങ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ആണ് കറക്റ്റ് സ്കൂളിലേക്ക്. അതായത് കൂടെ ഒരു കയറ്റം കയറി ഇങ്ങനെ വരുന്ന റോഡുണ്ട്, അതിലങ്ങനെ വരികയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ കൊണ്ട് എത്തും. പക്ഷെ വണ്ടി അന്നല്ല സർവീസ് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം കൂടെ വരാൻ സൗകര്യമില്ല. ഇവിടെ സ്കൂളിൽ പരീക്ഷ നടക്കാം കേട്ടോ. സ്കൂളിൽ ഇപ്പോൾ അടുത്ത് പൂട്ടെന്ന് പറഞ്ഞിനി, പൂട്ടില്ല. ഇനി കുറച്ച് കുട്ടികൾക്ക് മാത്രമാണോ അതും അറിയില്ല. നമ്മളെ ബോൾ വാങ്ങി കൊടുത്ത എങ്ങനെയല്ലേ? ഷൂല അമ്ന, ഷൂല അമ്ന, ലിയോ അമ്ന. നല്ല രസമുള്ള മരം കേട്ടോ. ഈ ദുനിയാവിലെ എല്ലാ സ്കൂളും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ സ്കൂളിലെ ഒരു പരിസരം അല്ലേ, ഒരു ബദമരം ഉണ്ടാവും, ഒരു പുളിൻ്റെ മരം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ കുട്ടികളൊക്കെ ഇനി വലുതായാലും വിൽക്കത് ഓർക്കാൻ ഇങ്ങനത്തെ ഓരോ ഓർമ്മകളൊക്കെ ഉണ്ടാവുക. ഈ നല്ല രസമുള്ള മരത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡ്, അങ്ങനെയല്ല ഉദ്ദേശിച്ച വെച്ചാൽ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സൈഡിൽ കൂടെ പോകണമെന്നുള്ളൂ. ഇതൊരു സത്യം അറിയോ, ശരിക്കും ഈ പ്ലംബിങ്ങിനും ചേമ്പരോട് ഓട്ടിട്ടില്ല, ശരിക്കും പ്ലംബിങ്ങിനും വയറിങ്ങിനും വേണ്ടി മാത്രം, അതായത് മോട്ടറും ടാങ്കിയൊക്കെ അടക്കം. ഞാൻ ഇവിടുത്തെ ഒരാളെ കൊണ്ട് കൊട്ടേഷൻ എടുപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കൊട്ടേഷന് 59 ലക്ഷം ഷില്ലിങ്ങാണ്. അതായത് ഏകദേശം 6 മില്യൺ നമ്മുടെ നാട്ടിൽ ഏകദേശം 2 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്തായി ഈ മോട്ടറും ടാങ്ക് ഇതൊക്കെ വാങ്ങിയാണ്ട് ചെന്ന കൊട്ടേഷൻ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്ക് എന്ത് ചെയ്ത് അതിന് 1 ലക്ഷം ഷില്ലിങ് കുറച്ച് തന്നു, അത് 3000. ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം, ഇത് ഉണ്ടാക്കാൻ പറ്റും വെച്ച്. അപ്പം എന്നോട് പറഞ്ഞത് എത്ര അറിയോ, 3 മില്യൺ ഉണ്ടാക്കണേന്. ഞാൻ ഒന്നും വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പറഞ്ഞാണ് ഞാൻ ആ കൊട്ടേഷൻ കണ്ട് വാങ്ങിയിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി. ഇവരൊരുപാട് സാധനങ്ങൾ കൂട്ടിയിരുന്നു. കാര്യം എന്താ വെച്ചാൽ എത്ര പൈസയാണ് സാധനത്തിനാവണേ, ആ സാധനത്തിൻ്റെ 15% ഇവരെ പണിക്കൂലി. അപ്പോൾ അതുകൊണ്ട് സാധനത്തിൻ്റെ ഒക്കെ റേറ്റ് ഇവർ കൂട്ടിയിടും. അപ്പോൾ അവൾ തൽക്കാലം നടന്നില്ല. പ്ലംബിങ്ങിൻ്റെ പണി മൊത്തമെടുത്ത ഞാനാണ് പറയുമ്പോൾ, എനിക്ക് പ്ലംബിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓൺലൈനായി നമ്മളെ നാട്ടിലെ പ്ലംബിങ്ങുകാരനെയും വയറിങ്ങുകാരനൊക്കെ വിളിച്ചാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയപ്പോൾ എത്ര പികറ് ഓല് ഈ പറഞ്ഞ, അതായത് 6 മില്യൻ്റെ ഉള്ളിൽ നമ്മളെ മൊത്തം പരിപാടികൾ കഴിഞ്ഞ് കിണർ കുഴിക്കാലടക്കം ഏകദേശം 1.5 ലക്ഷം റുപ്യ ബഡ്ജറ്റ്. പക്ഷേ 1.70 1.67 റുപ്യൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ മൊത്തം പരിപാടികൾ കഴിഞ്ഞ്. നമ്മൾ നേരിട്ടിറങ്ങിയാൽ നടക്കാത്ത പരിപാടിയില്ല. ജോജി, how are you? Why you late? Why you are late? വെള്ളത്തിൽ നിന്ന് ചളിയും സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി കിട്ടോ. ഇനി ഇതിൻ്റെ മേലെ സ്ലാബ് ഇടുക, ഒക്കെ വലിയ ഏൽപ്പിച്ചാൽ മതി, വലിയ ചെയ്തോളൂ. നല്ല അടിപൊളി ചെക്കന്മാരാണ്. സ്ലാബ് ഇടൽ മാത്രമേ ഉള്ളൂ, ഒക്കെ സെറ്റാ. നമ്മൾ പോവല്ലേ? Make a room, motor room house, big matafali. Yes, and concrete slab. Yes, Georgie have idea. Okay, make it good, eh? Tata. Bye. ചെക്കന്മാരെ 10-25 ദിവസം നമ്മളെ കൂടെ നിന്നാ എല്ലാത്തിനും. Mambo vipi? Safi sana? Okay, I'm leaving to Zambia. Bye-bye. Thank you. അപ്പം അത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് സാമ്പിയിൽ വെച്ചിട്ട് കാണാം. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ മറന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിൽ കുഴപ്പമില്ല, അത്യാവശ്യമുള്ള സാധനമൊക്കെ എടുത്തുണ്ട്. ചെങ്ങായത്തിനത് ഇങ്ങനെ മുന്നിൽ കയറുന്നേ. ഈ ഗ്യാസും കുറ്റി എവിടെയെങ്കിലും കച്ചവടമാക്കണം, മതി ഗ്യാസിൻ്റെ സേവനമൊക്കെ. കൈ പൊള്ളിയതോടുകൂടി നിർത്തി. കുറേയൊക്കെ റെഡിയായി. ഒരാവേശത്തിൻ്റെ പുറത്ത് കുക്കിങ്ങിന് ഇറങ്ങുന്നവരോട് പ്രത്യേകം പറയുള്ളതെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധിക്കുക.
കൈ പൊള്ളി ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഞാൻ അവരോട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഇവിടെ ഉണ്ടാവും ചോദിച്ചപ്പോൾ അവരറിയാം ഈ ബോർഡ് ഇനി എത്ര കാലം കഴിഞ്ഞിട്ട് ഇത് ഞാൻ സ്വയം നശിച്ചു പോയാലും നമ്മൾ പുതിയൊരു ബോർഡ് ഇതേപോലെ വെക്കും എന്നോട് പറഞ്ഞേ. പോരാ മച്ചാനെ നമുക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത് എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ഇടയിലൊരു കിണറുണ്ടായിരുന്നല്ലോ, അതായത് കിണർ നമ്പർ 4. ആ കിണർ അവിടെ വെള്ളം കണ്ടിട്ടുണ്ട്. പിന്നെ ഓൽക്ക് നമ്മൾ അവിടെ കെട്ടാനുള്ള ഇഷ്ടിക പിന്നെ സിമെൻ്റൊക്കെ അന്ന് വാങ്ങി കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കെട്ടാനുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അവിടെ വെള്ളം കണ്ട പോലെ കെട്ടിക്കോളാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് പോയി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇനിയും 10-300 കിലോമീറ്റർ ഓടണം. കാരണം ഇവിടെ നിന്ന് 150 കിലോമീറ്ററാണ് ഇവിടുന്ന് ഒരു വൺ സൈഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ അവർ ചെയ്തോളാം. പക്ഷെ നമുക്ക് നമ്മളെ ബോർഡ് അവിടെ വെക്കാൻ കഴിഞ്ഞില്ല. പ്രശ്നമില്ല, ബോർഡ് വെക്കുക എന്നുള്ളതല്ലല്ലോ നമ്മൾ പരിപാടി മെയിനായിട്ട്. പിന്നെ വെക്കുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പം അതിൻ്റെ ഫൈനൽ കാണിക്കാൻ പറ്റിയില്ല. വെള്ളം പിന്നെ അവർ ഉപയോഗിക്കണതും എടുക്കണം അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം അങ്ങോട്ട് പോയി വരുമ്പോൾ നമുക്ക് ഇനിയും നമ്മൾ ദിവസം നീളും. ഓൾറെഡി ഇപ്പം 2 മാസമായി നമ്മളെ വിസൻ്റെ കാലാവധി തീർന്നിരിക്കുന്നു ഗൈസ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രാജ്യം വിടണം എന്നുള്ളതാണ്. How are you? Fine, good. How was the day? Yes, well. Where are you going? Good, Zambia. Where's your passport? Your car look good. Your car is very, very good. It's immigration checking. Eh? Immigration checking. Eh? Park the car here. Okay. ആരാ നിക്കണ ചുള്ള ബസ്സുമേല്? യേശു നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ. ഇമിഗ്രേഷൻ ചെക്കിങ് കേട്ടോ. ഇവരാണ് ആകെ കറക്റ്റ് ഡീസന്റിൽ പെരുമാറുന്ന ആൾക്കാർ. My friend. Yes. You have about a week in Sumbawanga. I saw you, right? Not 1 week, 3 weeks. 3 weeks. Yeah. What is your purpose here in Sumbawanga? What are you doing? I am digging the well for the school, For school? for charity. For charity? With which company? Not company, it's mine. NGO? No NGO. Me. You by yourself? Yes. Did you report to our offices there? I am helping the people, not the company. No, I'm saying that if you come to our district here, you're supposed to report to immigration. We have to keep record of all visitors that are in our premises of the county here. But a village chairman is coming every day. No, it's not that. But you must inform about that. You must inform about that. You is your obligation. Excuse You understand? Excuse me. I am visiting every country. If any obey like rules like that here, you must inform me because I am a tourist. I'm going to inform you when you did not Because report to our office. because I am a tourist here, I don't know the rules and regulations of the Sumbawanga city. Okay, our boss is calling you. Yeah, sure. ഇപ്പോൾ കിണർ കുഴിച്ചെടുത്തും പ്രശ്നമായോ? സംഭവം ഫുള്ള് വിറ്റാണ് മക്കളെ, കുറേ പറയാണ്ട്. പിടിച്ച ഇമിഗ്രേഷൻ എന്താ വെച്ചാൽ ആരോ റിപ്പോർട്ട് ചെയ്താണ് ഞാൻ അവിടുന്ന് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ വലിയ വഴിയിൽ കാത്തുനിന്നാണ് എന്നെ. അതായത് നമ്മളിവിടെ ചാരിറ്റി ചെയ്ത് കൊടുത്തില്ലേ, അതൊരു ഗവൺമെൻറ് സ്കൂളിനല്ലേ. അപ്പം അതവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട് ഇവർ എന്നെ വഴിയിൽ കാത്തുനിന്നാണ് ഈ ടീം. എന്തിന് എന്നോട് അന്വേഷിക്കാൻ ഇവിടെ എന്തിനാണ് നിങ്ങളെ ചെയ്ത് കൊടുത്തത്, എന്തുകൊണ്ട് ഇമിഗ്രേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ലാന്ന്. എല്ലാ സ്ഥലത്തും ഇമിഗ്രേഷൻ ഓഫീസ് ഉണ്ടാവും, അവിടെ റിപ്പോർട്ട് ചെയ്യണം അത്ര. നമ്മൾ എനിക്കത് അറിയില്ല, നമ്മൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യില്ലേ ആളുകളെ. അങ്ങനെ സ്കൂളിലത്തെ ഹെഡ് മാസ്റ്റർക്ക് വിളിച്ച് പിന്നെ മൂപ്പരോട് സംസാരിച്ചപ്പോൾ സംഗതി ഓക്കെ ആയി. പക്ഷേ അത് ഇവിടുത്തെ പ്രൊസീജിയർ അങ്ങനെ. കാരണം എന്താ വെച്ചാൽ ആഫ്രിക്കയിൽ കുറേ ആളുകൾ NGOൻ്റെ ഭാഗമായിട്ടും പിന്നെ കുറേ ആളുകൾ സംഘടനാപരമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് കിട്ടണം. കാരണം ഇവിടുത്തെ സഹായത്തിൻ്റെ പേരിൽ പണം പല ആളുകളും പണം തട്ടിയെടുക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ സംഭവങ്ങൾ ചെയ്യുന്ന നല്ല പരിപാടിയാണ്, പക്ഷേ റിപ്പോർട്ട് ചെയ്യേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റാക്കാം, നെക്സ്റ്റ് ടൈം നമുക്ക് ഉസാറാക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാലേ. നമുക്ക് 80 കിലോമീറ്റർ പോയാൽ ഇവിടുന്ന് ബോർഡർ എത്തും.
അതിൻ്റെ കൂടെ വഴി തെറ്റി. ഇപ്പം എവിടെ ഇപ്പം പേച്ചേ നമ്മളിങ്ങനെ ഈ റോഡ് കൂടെ തന്നെയാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ ഈ പൊടി കൂടെ പോകണം. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഒരു വഴിയാണോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം അതിനനുസരിച്ചുള്ള എണ്ണ അടിച്ചാൽ നന്നായി. മെയിൻ റോഡിൽ കൂടി തന്നെയല്ലേ പോകുന്നുണ്ട്. പിന്നെ ഓടി ഇപ്പോൾ 2 റോഡ് കണ്ടില്ലല്ലോ. എന്തേലാട്ടെ, ഈ പശുവിൻ്റെ ഒക്കെ കൊമ്പിൻ്റെ ഒരു വലിപ്പം നോക്കാം, എത്ര എങ്ങാനുണ്ടല്ലേ. ഈ റോഡ് എവിടെയെങ്കിലും എത്തുമെന്നാവോ? ഇങ്ങനത്തെ റോട്ടുമ്പോൾ കൂടെ പോണ പ്രശ്നമല്ല, പക്ഷെ പഞ്ചർ കിട്ടിയാൽ ഒരു രസം ഉണ്ടാവില്ല കളി. എന്താ ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടാം? റൈറ്റ്, ഇതും ഗൂഗിൾ മാപ്പിലുണ്ട്, അതാണ് വിറ്റ്. യാ മോനെ, ഇതേതോ കല്ലുട്ടി കുയ്യിക്ക്. ഷോർട്ട് കട്ട്, ഈ റോഡ് നമുക്കുള്ള ഷോർട്ട് കട്ട് ആയിരുന്നു. ഇനി ആരും എത്ര കിലോമീറ്റർ നമ്മൾ വഴി തെറ്റി എന്നുള്ളത്. 3 കിലോമീറ്റർ പോയ പിന്നെ നേരെ സംഭവം റോഡ് കിട്ടി. നമുക്ക് ഇവിടെ ഇപ്പോൾ റോഡ് മാറിയെന്നൊരു കൊടുത്തില്ല കേട്ടോ. അതുപോലെ കുഴപ്പമില്ല, റോഡ് കിട്ടീന്. ഇക്കാലത്തിലൊരു 45 കിലോമീറ്റർ കൂടി പോകാണ്ട് ഈ ചെറിയ റോട്ടും കൂടെ. മിക്കവാറും റോഡ് ഇനിയും ടാറിങ് ഇനിയും പോകും കേട്ടോ, സാധാ റോഡായി മാറും. ആ കാര്യത്തിൽ തീരുമാനമായി. ഇനി തന്നെ റോഡ് ബോർഡർ വരെ മൺതിട്ടകൾ. എൻ്റെ മോനെ, ഇതൊക്കെ ഈ ചളി വെള്ളത്തിൽ നിന്നാണ് തിരുമ്പണ്, കുളിക്കുന്നത് ഒക്കെ. തൊടുന്ന ഈ വെള്ളം വരുന്നതെന്നൊന്ന് കണ്ടാലേ. ചൈമാർ പിന്നെ ടാൻസാനിയിൽ നിന്ന് പോകാൻ സമ്മതിക്കൂലേ? ഇവിടെ നമ്മൾ ഏതായാലും പോകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും പിടിക്കും എമിഗ്രേഷൻ. അതിൻ്റെ ശേഷം പിന്നെയും പിടിച്ചു, 2 വട്ടം പിടിച്ച്. 2ാമത്തെ വട്ടം പിന്നെ ഒരു ചെക്കിങ്ങിന് വേണ്ടി. അത് ഈ ഇത്തരം റോഡുകളൊക്കെ ഉണ്ടല്ലോ, ഉള്ളിൽ കൂടുള്ള ബോർഡർ, ഈ ബോർഡറുകളൊക്കെ സാധാരണ ഇല്ലീഗൽ മൈഗ്രേഷന് വേണ്ടി ഉപയോഗിക്കും പല ആളുകളും. അപ്പം അതുകൊണ്ട് ആണ് ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് കിട്ടും. സലാമാ വാരി, എന്ത് ഇങ്ങനെ ഒരു കളർ വെള്ളം. മാമാ, നീല കളറ് ഇവിടുന്ന് അലക്കിനായതാ. തവളൻ്റെ ഒക്കെ നീരാട്ടാണ്. ആരില്ലാത്ത ഗ്യാപ്പ് വയ്ക്കുക, മേലെ പോവുക, ഉള്ളിടുക, അങ്ങോട്ട് തന്നെ പോവുക. ഈ അമ്മച്ചി എന്താ കാട്ടുന്നത്? ഇവിടുന്ന് വെള്ളം മുക്കി ഇങ്ങോട്ട് ഭാര്യയെ. ഹസാൻ്റെ അതിന് വെള്ളം തെറിപ്പിച്ചാണ്ട്. ഓക്കെ, ഹസാൻ്റെ സാന എന്തല്ലേ നാട്. ഒരു രാജ്യത്ത് വേറെ രാജ്യത്തേക്കുള്ള ബോർഡറാണ് ഇപ്പോൾ ഇത്. ഈ റോഡാപ്പോൾ ഇത്. അപ്പോൾ നല്ല കൃഷി. ഇവിടെ വെള്ളമുള്ള സ്ഥലം കേട്ടോ. വലിയ കിണറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ വലിയ അലക്കാൻ പൊതുവെ വലിയ അങ്ങനെ ഒരു വൃത്തി
വെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ വൃത്തി ശ്രദ്ധിക്കാത്ത ആൾക്കാരാ. എന്തായാലും റോഡ് ഓടിച്ച് നല്ല രസമാണ്. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി റോഡോട്ടത്. പക്ഷെ ഇവിടെ പണി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മണ്ണൊക്കെ ഇട്ടുണ്ടില്ലേ. കഴിഞ്ഞ ബുള്ളറ്റ് വന്ന സമയത്ത് ഇങ്ങനത്തെ റോഡുമ്പോൾ കൂടെ പോകാൻ പേടി. ഇത് എപ്പോഴാ അത് നല്ല റോഡുമ്പോൾ എത്തുകയെന്ന് വിചാരിച്ചിട്ട്. ഇത് നല്ല രസമുണ്ട് പോവാന്. ഞാൻ ആകെ 800 മീറ്ററാണ് കാണിക്കുന്നത് ബോർഡർക്ക്. ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ബോർഡറും ഇങ്ങനെ തന്നെ നേരാണ്ട് പോലെ കേട്ടോ. വല്ല മുളൊക്കെ വെച്ച ബോർഡറാവും ഉണ്ടാവുക. അതുകൊണ്ട് പൊന്തിച്ചല്ലോ അടുത്ത രാജ്യത്ത് കയറാൻ. ഇങ്ങനത്തെ രാജ്യം വിടലാണ് ഭയങ്കര രസം, ത്രില്ലിങ്. പക്ഷെ നമുക്ക് കാർനെറ്റിൽ സീലക്കണല്ലോ. അപ്പോൾ ആ സിസ്റ്റൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയിക്കും. നാടാടെ കാണും ഇതെന്താ സാധനം എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. ട്രക്കുകൾ പാസ് ചെയ്യുന്ന റോഡാണ് പിന്നെയും പ്രശ്നമില്ല. കാരണം കുറേ ഐഡിയ ഉണ്ടാവും. ഇതാണ് ബോർഡറിൻ്റെ പേര്, കസേശ ബോർഡർ പോസ്റ്റ്. 1 കിലോമീറ്റർ ഹെഡ്. ഉണ്ട് സാധനം ഉണ്ട്. ഒരങ്ങാടിയൊക്കെ വന്നിട്ടോ. ഇതാവും ലാസ്റ്റ് വില്ലേജില്ലേ. ആ ടയർ വിറ്റല്ലോട്ടോ മോനെയാണ്ട് പോട്ടല്ലേ. ലോറിക്കാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡായാൽ മതി. സാമ്പ്യ കുറച്ചും കൂടി ഒരു ഫോർവേഡാട്ടോ രാജ്യം. എന്തിന് നമ്മളെക്കാളിലേറെ മൂല്യമുണ്ട് പൈസക്ക്. സലാമ. And here, which is the post? There. Thank you. ഏജന്റുമാരെ തള്ളുമ്പോൾ ആളൊന്നും കേൾക്കില്ലല്ലോ. ഒരു പണി കഴിഞ്ഞു. നമ്മൾ താൻസാനിയ എക്സിറ്റായി. ഇനി 1 കിലോമീറ്റർ ഉണ്ട് സാമ്പിയൻ എമിഗ്രേഷൻ. അവിടെ കയറിയിട്ട് എൻട്രാവുന്നിടത്താണ് അധികം സമയം പോവുക. അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി. ഓക്കെ ബൈ. ആരാ അതൊക്കെ? ഇതാണ് സാമ്പിയൻ്റെ പൈസ കേട്ടോ. 100 കോച്ചാണിത്. കോച്ചാന്ന് പറഞ്ഞാൽ 100 പറഞ്ഞപ്പോൾ ഏകദേശം നമ്മളെ ഒരു 300 ഉറുപ്പ്യ ഉണ്ടാവും ഇന്ത്യൻ പൈസ. നമ്മൾ 3 മടങ്ങ് ഇന്ത്യൻ മണി കൊടുക്കണം ഒരു കോച്ച കിട്ടാം. 3.19. ബാങ്ക് ആയി എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പൈസ മാറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ATM എന്തായാലും പൈസ കിട്ടും. അച്ഛനൊക്കെ നമുക്ക് എന്തായാലും ATM പൈസ കിട്ടും. പിന്നെ ധൈര്യത്തിന് കൈ പിടിക്കാൻ ഒരു 700 കോച്ച പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 2000 ഉറുപ്പ്യ മതി. പൈസ നമ്മളെ ബാങ്കിൽ ഇങ്ങനെ ഉണ്ടാവും വേണം. പക്ഷെ നമ്മൾ കയ്യിലുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യം ഒരു രസമാണ്. ഏകദേശം നമ്മൾ കൊറോണ കാലത്തൊക്കെ അനുഭവിച്ച മാതിരി പൈസ ഉണ്ടേനും എന്നാലോ കയ്യിലിട്ടില്ലേനും അങ്ങനെ പെടണം. ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്തതോ അല്ല ഇവിടെ ഇനി എന്താ കാണിച്ചു കൊടുക്കേണ്ടി വല്ല ഗേറ്റ് പാസോ മറ്റോ എന്തേലും ആട്ടെ. ഇതൊരു ലോറിൻ്റെ മേലെ വേറെ ലോറി കൗത്തിട്ടാണ്. ഇത് ഹൗസിലേറ്റാ. ഈ സ്ഥലം ആരുതല്ല കേട്ടോ. ഈ തൊടി ആരുതല്ല ശരിക്കും. ഇനി 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇനി സാമ്പിയൻ്റെ ബോർഡർ എന്നത് പറയുന്നത്. എനിക്കറിയില്ല ഞാൻ സാമ്പിയയിൽ എത്തിയോന്നുള്ളതൊന്നും. പല വർത്താനാണ്, അതൊന്നും പറയാൻ പറ്റില്ല. എത്തിക്കാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ ടാൻസാനിയക്ക് കയറിയാണ് എങ്ങനെയാണ് നമ്മൾ പോലും ഒരാൾ ടാൻസാനിയ എത്തി. പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി ബോർഡറിൽ നിന്ന് പാസ്പോർട്ട് സീലാക്കാൻ വേണ്ടി. ഏതായാലും നന്ന് വലിയ മാറ്റമൊന്നുമില്ല. ഓ ഇവിടെ തന്നെയാണോ? ഇതിനപ്പോൾ 1 കിലോമീറ്ററൊക്കെ പറഞ്ഞേ. സാമ്പിയൻ. ഹലോ. ആ കാണുന്നത് സാമ്പിയൻ്റെ എമിഗ്രേഷൻ ആട്ടോ. ഈ ബിൽഡിങ് ഇതാണ്. ഇപ്പോൾ ഈ വേലിയാണ് ഇവിടുത്തെ 2 രാജ്യങ്ങൾ നമ്മൾ അതിർത്തി. ഏജന്റ് മോനെത്തി. No need money. ഇല്ല, I have കോച്ച. അത് കഴിഞ്ഞിട്ടാണ് പൊന്നാര ബീബ എനിക്ക് വേണ്ട. No need money. I don't need money. Give me 10,000.
The remembrance. Supposed to give me a remembrance. I don't have shillings more. It's finished. നമ്മളെ വണ്ടിൻ്റെ സി സിക്ക് അനുസരിച്ച് ഇവിടെ പൈസ കെട്ടണം കേട്ടോ. അതായത് നമ്മളെ വണ്ടിൻ്റെ അളവിനും തൂക്കത്തിനും വലിപ്പത്തിനൊക്കെ അനുസരിച്ച് പൈസ കെട്ടണം. അല്ലാതെ കൂടുതലൊന്നുമില്ല. അതായത് ഇപ്പോൾ സി സി ഇപ്പോൾ 2400 CC ആണ് ഇപ്പോൾ താറ്. 2360 അങ്ങനെന്തോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ അല്ലാതെ കൂടുതലൊന്നുമില്ല. എന്നാലും ഒരു 2000 ഉറുപ്പ്യൊക്കെ ഈ രാജ്യത്ത് കയറാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മൊസാമ്പിക്കാണ് ഇതിലേറെ വിറ്റ്. അവിടെ ഇല്ലാത്ത കേസ് കിട്ടില്ല. പോയി നോക്കാം. ഇപ്പോൾ സിമ്മ് നെറ്റ്വർക്ക് പോയി. ഇവിടെ നിന്ന് നമ്മൾ കിറ്റുവേലുള്ള റോഷൻ ഒന്ന് വിളിക്കണം. ഗേറ്റ് എന്ന് തുറന്നാൽ പോവേനി. ഇങ്ങനെ കാവൽക്കാരൊന്നും ഇല്ലേ? വെൽക്കം ടു സാംബിയ. വെൽക്കം ടു സാംബിയ. ഇപ്പം നമ്മൾ എത്രാമത്തെ രാജ്യം? 23ഓ 22ഓ എന്തേലാട്ടെ. വിശക്കണതിന് എന്താ പറയുക ഇവിടെ? ഉഗാളി സീമ എന്നായിരിക്കും. ഓക്കെ, സീമ എന്ന് പറയാം. സീമ പറഞ്ഞാൽ നമ്മളെ ഉഗാളി പോലത്തെ സാധനമായിരിക്കും അല്ലേ? ഓ, റോഡ് കിട്ടിട്ടോ. കുത്തിക്കുലുക്കില്ലാതെ പോകാലോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ സ്പീഡ് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അങ്ങാടിട്ടോ. ഫുഡ് കഴിക്കാൻ നിർത്തിയ മൊത്തത്തിൽ ഒരു സൈലൻ്റാണ്. റോഡ് ടാറിങ് ഒന്നുമല്ല, പക്ഷേ മൊത്തത്തിലൊരു സൈലൻ്റ് ആട്ടോ. ഇന്ന് ഇവിടെ എന്താ any off days today because every shops are closed. Which Saturday is holiday here. Yes. നമ്മൾ സിം എടുക്കാൻ വേണ്ടി വെച്ചിട്ടോ. എയർടെലിൻ്റെ സിം. എയർടെലാകുമ്പോൾ നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. സിം ഇടുമ്പം തന്നെ ഭാരതി എയർടെലിൻ്റെ കാണിക്കും. അതിലും വലിയൊരു അന്തസ്സ് വേറെ ഒന്നുമില്ല. അത് മാത്രമല്ല നമുക്ക് നാട്ടിലെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എടുത്ത് റീചാർജ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ടാൻസാനിയനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഡാറ്റയ്ക്ക് പൈസ കുറവ്. അതായത് 400 കോച്ചൊക്കെ 60 GB കിട്ടും. 400 കോച്ച് പറഞ്ഞാൽ 1200 ഉറുപ്പ്യക്ക് നമ്മൾ 80,000 ഷില്ലിങ് കൊടുത്താൽ, അതായത് ഏകദേശം ഒരു 3000 ഉറുപ്പ്യ കൊടുത്താലാണ് നമുക്ക് 40 GB കിട്ടുക ടാൻസാനിയയിൽ. അപ്പം അതിൻ്റെ 3 ഇരട്ടി ലാഭമാണ് ഇവിടെ. എന്താ ഇത് കഥ? റോഡ് കഴിഞ്ഞോ? ഇതാണ് എൻ്റെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന റോഡ്. This is the road. How can I go this way? എത്ര ഇവിടെ സംഭവം? This is the road. This is the road. ഇന്റെ പൊന്നെ.